നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പലതവണ ഞാൻ കണ്ടിട്ടുമുണ്ട്. അന്നൊന്നും എന്റെ മക്കളെ ഞാൻ ശാസിച്ചിട്ടില്ല, തടഞ്ഞിട്ടില്ല. അത് നിങ്ങൾ സഹോദരങ്ങളാണെന്നുള്ള എന്റെ തിരിച്ചറിവുകൊണ്ടാ. ഈ ഉമ്മറത്തേക്ക് എത്തിയപ്പോഴേക്കും ഇങ്ങർക്ക് പ്രാന്തായോ? വഴക്കുണ്ടാക്കാൻ മാത്രം കയറി വരുന്ന രക്തബന്ധത്തിന് ഞാൻ വലിയ വിലയൊന്നും കൊടുക്കാറില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. ഞാൻ ഇറങ്ങാണ്. അമ്മേ, ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ അച്ഛൻ പറയുമ്പോ എനിക്കത് ഇഷ്ടമാകാറില്ല. പക്ഷേ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ച് പോകാനാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അച്ഛന്റെ വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വരും. എന്നുവെച്ചാ നീ എന്റെ അമ്മയെ തടയോടാ? തടയോടാ എന്നാ തടയണം. എടാ മോനെ, അച്ഛനമ്മമാര് ഉണ്ടാക്കി വെച്ച കാശ് കൊണ്ട് തിന്നുന്നതിന്റെയോ ആയിരങ്ങൾ എണ്ണിക്കൊടുത്ത് ജിമ്മിൽ പോകുന്നതിന്റെ ബലം മാത്രമേ നിന്റെ കയ്യിലുള്ളൂ. ഈ ശിവാനന്ദന്റെ കൈയുണ്ടല്ലോ, മാർക്കറ്റിൽ പണിയെടുത്ത കയ്യാ. ചെമ്മാടിത്തരം കാണിക്കുന്നവന്റെ മുഖം അടിച്ചടിച്ച് ഉറച്ച കയ്യാ. ഒരെണ്ണം കിട്ടിയാ നീ താങ്ങില്ല. മതി, ഇനി ഇവിടെ ഒരു ബഹളം വേണ്ട. വന്നവര് മടങ്ങിപ്പോട്ടെ. ഞാൻ എന്റെ മോളും തോക്കുന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ തോറ്റു കിടക്കല്ലേ. അമ്മ പൊയ്ക്കോ. ഏട്ടാ, ഏട്ടാ, എന്തുപറ്റി? അമ്മാവാ, ഏട്ടാ, എന്താ? ഏട്ടനിങ്ങനെ താങ്ങി നിർത്താൻ ഞാനുള്ളപ്പോ ഒരാളും ഏട്ടനെ തോൽപ്പിക്കില്ല. കള്ളം. നിങ്ങളുടെ ഉള്ളില് അത്രയൊക്കെ സഹോദര സ്നേഹം ഉണ്ടോ? ഉണ്ട്. എപ്പോഴും ഒരു വൈരാഗ്യത്തിന്റെ പേരില് ഏട്ടനോട് പറയാൻ കൊള്ളാത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഏട്ടനെ കണ്ട ഓരോ കാഴ്ചയിലും ഏട്ടനെ അടുത്ത് കാണുമ്പോ ദാ ഇതുപോലെ ചേർത്ത് പിടിക്കണമെന്ന് ഒത്തിരി വട്ടം കരുതിയതാ. പക്ഷെ പറ്റിയില്ല. ദുരഭിമാനം സമ്മതിച്ചില്ല. പക്ഷെ എന്റെ ഏട്ടനെ എനിക്കിഷ്ടം, ദൈവത്തെ പോലെ ഇഷ്ടം. ശിവാനന്ദൻ നിങ്ങളുടെ മുമ്പിൽ ആണായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എന്റെ ഈ ഏട്ടനാ. ഇനി മുതൽ ഞാൻ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടന്റെ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കാൻ പോകുന്നത് ഞാനാ. ഞാനായി പറയുന്ന നിങ്ങളുടെ മകനുമായിട്ട് നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് നിത്യയുടെ കല്യാണം അവളുടെ ചെറിയച്ഛൻ ഈ ശിവാനന്ദൻ നടത്തും. എന്നാ നടക്കട്ടെ. അമ്മേ, എന്നാലും നിങ്ങളെ സമ്മതിക്കണം ശിവാനന്ദ. ഏട്ടനോട് ഇത്രയും സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതെ നടക്കാൻ കഴിഞ്ഞല്ലോ. വല്ലാത്തൊരു കഴിവ് തന്നെ. മോളെ നിത്യ, അച്ഛനും ചെറിയച്ഛനും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് നീ എന്റെ മുൻപിൽ വാവിട്ട് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? അന്ന് അമ്മ എന്താ പറഞ്ഞത്? നിന്റെ വിവാഹത്തിന് മുൻപ് ഇവരെ രണ്ടുപേരെയും അമ്മ ഒരുമിപ്പിക്കുമെന്നല്ലേ? ഞാൻ നിൽക്കുന്നു രണ്ടുപേരും. ഇരുമെയ്യും ഒരു മനസ്സുമായിട്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കുറച്ചു നേരത്തെ
നേരത്തേക്കെങ്കിലും എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് പോലെ എനിക്ക് ഇത്തിരി ക്രൂരത കാണിക്കേണ്ടി വന്നു. അത് ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോ നളിനിയമ്മായി ഞങ്ങളോട് പറഞ്ഞത്? അയ്യോ. അത് വേറൊരാള് വഴി നളിനിയെ കൊണ്ട് ഞാൻ പറയിച്ചതാ. ഈ, ഈ. ഉം. അമ്മേ, അത് ഉം. നിങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു ഇവനും. ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലേടാ? അല്ല, കൂടപ്പിറപ്പുകൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലില്ല. ഇനി നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട് നിങ്ങൾക്ക് പരസ്പരം. നിങ്ങളുടെ രീതിയാണ് ശരി. ഒരു തലമുറ കലഹിച്ചാൽ അടുത്ത തലമുറയ്ക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റണം. പേടിച്ചുപോയി, വല്ലാണ്ടങ്ങ് പേടിച്ചുപോയി. ജീവിതം കൈവിട്ടു പോകണോ എന്ന് പോലും കരുതി. പക്ഷെ അതിന്റെ അവസാനം ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് അറിഞ്ഞില്ല. ഇനിയിപ്പം ഞാൻ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയാ, മനസ്സിനും ശരീരത്തിനും സദാനത്തിനും ബലമുണ്ട്. കാരണം എന്റെ അനിയൻ എന്റെ കൂടെയുണ്ട്. നാശം പിടിക്കാം. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ആ സുജാത ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി അവളോട് മിണ്ടുമ്പോ വെറുതെ ചെന്നിട്ട് കാര്യമില്ല. സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്ത ഒരാഴ്ച ഞാൻ നാട്ടിലുണ്ടാവില്ല. അമ്മ എവിടെ പോവാ? വളരെ മുൻപേ ഉള്ളൊരു നേർച്ച. ഇവന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ക്ഷേത്രങ്ങളിൽ ഒരു ദർശനം. അല്ല, എല്ലാരും ഒരുമിച്ചാണോ? അല്ല, ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളാ പോകുന്നത്. 6-7 ദിവസം കഴിയുമ്പോ ഞങ്ങൾ തിരിച്ചെത്തും. സത്യം പറഞ്ഞ ഒരാഴ്ച മോളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കിപ്പോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അമ്മ പോകുന്നത് നിങ്ങളുടെ നല്ലതിനാ. മോള് വന്നിട്ട് വേണം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങുണ്ട്. അതുകൂടി നടത്തിയാലേ എല്ലാം പൂർണ്ണമാവും. അതിന് നിങ്ങളും എല്ലാവരും വരണം. അച്ഛനും ചെറിയച്ഛനും ആങ്ങളെയും എല്ലാവരും സന്തോഷത്തോടെ എന്റെ മോളെ എനിക്കിങ്ങ് തന്നേക്കണം. അമ്മേ, ചായ കുടിച്ചിട്ട് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.